വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ, അവർ തങ്ങളുടെ റബ്ബിന്റെ അദാബിനെ കുറിച്ച് പേടിക്കുന്നവരാണ്. ഒരു മുഅ്മിന്റെ സ്വഭാവമാണ് ആഖിറത്തിനെ കുറിച്ചുള്ള പേടിയുണ്ടാവും. എത്ര അമൽ സാലിഹാത്ത് ചെയ്താലും എത്ര നന്മകൾ ചെയ്താലും അള്ളാഹുവിനെ കുറിച്ച് പേടിയുണ്ടാവും, പരലോകത്തെക്കുറിച്ച് പേടിയുണ്ടാവും. എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? കാരണം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അമലുകൾ കൊണ്ട് നമുക്ക് ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ ഹക്ക്, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ കോരിച്ചൊരിഞ്ഞ് തന്നു, അതിന് പകരം നമുക്ക് ഒരിക്കലും ഇബാദത്ത് ചെയ്ത് വീട്ടാൻ സാധിക്കില്ല. അള്ളാഹു തആല അവൻ്റെ ഹക്ക് പൂർണ്ണമായിട്ട് നമുക്ക് തിരിച്ചുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നരകത്തിലേക്ക് പോവുകയല്ലാതെ വേറെ യാതൊരു വഴിയുമില്ല. അതുകൊണ്ടാണ് പേടിയുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു തആല അമ്പിയാക്കളെക്കുറിച്ചും ഔലിയാക്കളെക്കുറിച്ചും പറഞ്ഞപ്പോൾ അവരുടെ പേടിയെക്കുറിച്ച് പറഞ്ഞത്. പാപികളായ ആളുകളെക്കുറിച്ചല്ല പറഞ്ഞത്. ഖുർആനിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയെക്കുറിച്ച് പറയുന്ന ആയത്തുകളൊക്കെ നോക്കിയാൽ അത് നല്ല നല്ല ആളുകളാണ് പേടിക്കുന്നത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, സൂറത്തുൽ അംബിയായിൽ കുറേ അമ്പിയാക്കളുടെ കഥ പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, അവർ നന്മകളിൽ മത്സരിക്കുമായിരുന്നു. വയദ്ഊനനാ റഗബൻ വറഹബ, പ്രതീക്ഷയോടെയും പേടിയോടെയും നമ്മെ വിളിച്ചവർ പ്രാർത്ഥിക്കുമായിരുന്നു, ദുആ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ സൂറത്ത് സജ്ദയിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറയുന്നത്, തതജാഫാ ജുനൂബുഹും അനിൽ മദാജിഅ്, അവർ രാത്രിയിൽ എഴുന്നേറ്റ് ഖിയാമുൽ ലൈൽ നമസ്കരിക്കും, തഹജ്ജുദ് നമസ്കരിക്കും. യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, ഭയത്തോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും ആഗ്രഹത്തോടുകൂടിയും. അള്ളാഹുവിനെ പേടിക്കുക എന്നുള്ളത് അത് നമ്മൾ കുറേ പാപങ്ങൾ ചെയ്താൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. അള്ളാഹുവിനെ പേടിക്കുക എന്നുള്ളത് എത്ര നന്മകൾ ചെയ്താലും നമ്മൾ പേടിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ ചെയ്യുന്നത് പാപങ്ങളാണെങ്കിൽ പറയേണ്ടതില്ല. അള്ളാഹുവിനെ പേടിക്കുക എന്നുള്ളത് അത് നമ്മൾ നല്ല വഴിയിലാണ് എന്നുള്ളൊരു അടയാളമാണ്. ഇദാ സർറത്ക ഹസനതുക വസാഅത്ക സയ്യതുക ഫഅൻത മുഅ്മിൻ, ഈമാൻ്റെ അടയാളമാണ് തിന്മകളെ കുറിച്ച് ഓർത്ത് ഒരു പേടിയും നന്മ ചെയ്യുമ്പോൾ ഒരു പ്രതീക്ഷയും തോന്നുക എന്നുള്ളത്. അങ്ങനെ ഒരു പേടി നമുക്ക് തോന്നുന്നില്ലെങ്കിൽ അത് അപകടകരമായ അവസ്ഥയാണ്. വല്ലദീനഹും മിൻ അദാബി റബ്ബിഹിം മുശ്ഫിഖൂൻ, അപ്പോൾ പരലോകത്തെക്കുറിച്ചുള്ള അങ്ങേയറ്റത്തെ പേടി അത് സ്വർഗ്ഗാവകാശികളുടെ അടയാളമാണ്. സ്വർഗ്ഗാവകാശികളെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്ത് തൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാലു ഇന്ന കുന്ന ഖബ്ലു ഫി അഹ്ലിന മുശ്ഫിഖീൻ വഅഖബല ബഅദുഹും അലാ ബഅദിൻ യതസാഅലൂൻ ഖാലു ഇന്ന കുന്ന മിൻ ഖബ്ലു ഫി അഹ്ലിന മുശ്ഫിഖീൻ ഫമന്ന അല്ലാഹു അലൈനാ ഫവഖാന അദാബസ് സമം. ഞങ്ങൾ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ച് പേടിയുള്ളവരായിരുന്നു. ഇന്ന കുന്ന മിൻ ഖബ്ലു ഫി അഹ്ലിന മുശ്ഫിഖീൻ, ആ വാക്ക്, ആ ആയത്തിൽ ഉപയോഗിച്ച വാക്ക് നോക്കൂ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം, സാധാരണ ഒരു മനുഷ്യന് അള്ളാഹിനെ കുറിച്ചുള്ള പേടിയും പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മയൊക്കെ നഷ്ടപ്പെടുന്ന അവസരമാണ് കുടുംബത്തിൻ്റെയും കുട്ടികളുടെ കൂടെ ഇരിക്കുക എന്നുള്ളത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിരിക്ക വന്ന് പരാതി പറഞ്ഞത് ഹദീസിൽ കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഞങ്ങൾ അങ്ങയുടെ സദസ്സിലിരിക്കുമ്പോൾ സ്വർഗ്ഗം നരകമൊക്കെ കണ്ണിൽ കണ്ടതുപോലെയുള്ള ഈമാൻ ഉണ്ടാകും, പക്ഷെ വീട്ടിൽ പോയി മക്കളെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ മറക്കുന്നു എന്നവർ പരാതി പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ആളുകൾ, സ്വർഗ്ഗാവകാശികൾ, അവർ ആ സന്ദർഭത്തിൽ പോലും അള്ളാഹുവിനെ ഓർത്ത് പേടിച്ചവരാണ്. ആ പേടിയുടെ ഫലം എന്താണ്? ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് സ്വർഗ്ഗത്തോട്. അപ്പോൾ സ്വർഗ്ഗത്തിലെത്തുന്ന ആളുകളുടെ പ്രത്യേകതയാണ് അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ച് പേടിക്കുക എന്നുള്ളത്.